ഹലോ വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊച്ചിയിൽ തന്നെയുള്ള 3 അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. 1 അരീക്കൽ വെള്ളച്ചാട്ടം, 2 കൊച്ചരിക്കൽ കേവ്സ്, 3 ശൂലം വാട്ടർഫാൾ. ഇത്രയും സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 2 വെള്ളച്ചാട്ടവും ഒരു ചിറയും കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെയുള്ള പിറവത്ത് തന്നെയാണ് ഈ 3 സ്ഥലങ്ങളും ഉള്ളത്. 3 സ്ഥലങ്ങളും അടുത്തടുത്ത സ്ഥലങ്ങളാണ് താനും. ഇത്തവണ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അരൂരിൽ നിന്നാണ്. നമ്മൾ ഈ നേരെ പോയി കയറുന്നതാണ് അരൂര് ടൗണ്. നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ മുതൽ ആലപ്പുഴ വരെ മൊത്തം പൊളിച്ചിട്ടേക്കാണ്. നല്ല ട്രാഫിക്കും റോഡ് വളരെ മോശവുമാണ് അരൂര് ടൗണിലൊക്കെ. ജസ്റ്റ് അരൂര് ടൗൺ അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിപൊളി റോഡാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും നോക്കണ്ട, നമുക്ക് കൈ കൊടുത്ത് പോകാൻ പറ്റും. തലേ ദിവസം തന്നെ ഞാൻ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കുമ്പളം ടോള്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വൈറ്റിലേക്കാണ് പോകുന്നത്. വൈറ്റിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് തൃപ്പൂണിത്തുറ റൂട്ട് പിടിച്ചിട്ട് പേട്ടയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് വിളക്ക് ജംഗ്ഷൻ വഴിയാണ് നമ്മൾ നേരെ പിറവത്തേക്ക് കയറുന്നത്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അരീക്കൽ വാട്ടർഫാളാണ്. ശരിക്കും അത് 8 മണിക്ക് എൻട്രൻസ് ഓപ്പൺ ആവും. പക്ഷേ ഞാൻ രാവിലെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ 8:30 ഇതാണ് വൈറ്റിലെ ജംഗ്ഷൻ വരുന്നത്. ഈ ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് എടുത്തിട്ട് നേരെ പേട്ടയ്ക്ക് പോവുകയാണ്. അങ്ങനെ പേട്ടയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ കാക്കനാട് റൂട്ടിലേക്ക്, അതായത് വിളക്ക് ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഈ വിളക്ക് ജംഗ്ഷനിലേക്ക് എത്തി ഇവിടുന്ന് സ്ട്രെയിറ്റ് തന്നെയാണ് നമ്മൾ പോകുന്നത്. അടുത്ത ഡീവിയേഷൻ നമുക്ക് വരുന്നത് അമ്പലനടയിലാണ്. ഈ അമ്പലനടയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരെ അരീക്കലിലേക്ക് പോകുന്നത്. അമ്പലനടയിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നത് പുത്തൻകുരിശ് ജംഗ്ഷനിലേക്കാണ് കേട്ടോ. അങ്ങനെ പുത്തൻകുരിശിൽ നിന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ചൂണ്ടിയിൽ നിന്നൊരു ടൗൺ വരുന്നുണ്ട്. ആ ചൂണ്ടിയിൽ നിന്നും റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ചൂണ്ടിയിൽ നിന്ന് നമ്മൾ നേരെ പോയി ഇറങ്ങുന്നത് പാമ്പാക്കുട എന്നൊരു ജംഗ്ഷനിലേക്കാണ്. ഈ പാമ്പാക്കുടയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും സ്ട്രെയിറ്റ് അരീക്കലിലേക്ക് പോവാണ് കേട്ടോ. ഇനി വേറെ ഡീവിയേഷൻ ഒന്നുമില്ല, നമ്മൾ നേരെ അരീക്കലിലേക്ക് എത്തുകയാണ്. പാമ്പാക്കുട കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറെക്കുറെ നല്ല പച്ചപ്പും ഹരിതാഭയും കണ്ടു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അരീക്കലിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് അരീക്കൽ. ഇവിടെ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും. നമ്മൾ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് എല്ലാ ജനങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് സ്പേസ് ഒന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി വെക്കാം, അതിനുവേണ്ടി ചാർജ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. ടിക്കറ്റും എടുത്ത് നമുക്കതായി ഗേറ്റ് വഴി ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ താഴേക്ക് വലിയൊരു സ്റ്റെപ്പാണ് കാണുക കേട്ടോ. ഇത് കുറേ ഉണ്ട് നടക്കാൻ വേണ്ടി താഴേക്ക്. പക്ഷെ നല്ല രസമുള്ളൊരു റോഡായിരുന്നു കേട്ടോ. ഇത് നല്ല വൃത്തിക്ക് തന്നെ ഇതിനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ തന്നെ ഇതാ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഇവിടുന്നേ കാണാൻ കേട്ടോ. നല്ല അടിപൊളി ഒരു ഫീലായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ സാക്ഷാൽ റീൽസിലൊക്കെ പ്രശസ്തമായിട്ടുള്ള അരീക്കൽ വെള്ളച്ചാട്ടം. പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. എവിടെയും വേസ്റ്റ് ഇടരുന്നുള്ള ബോർഡ് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടെങ്കിലും നല്ല കിടിലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ അവിടെ. രാവിലെ 8 മണിക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ തന്നെ ഒരു വൈബ് കിട്ടിയാനെ. ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും രാവിലെ 7 മണിക്ക് ഇറങ്ങിയാൽ മതി. എറണാകുളത്ത് നിന്ന് ഇപ്പോൾ കാക്കനാട് സൈഡിൽ നിന്ന് എവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും 1 മണിക്കൂർ പോലും വേണ്ട നമുക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത്ര അടുത്താണ് ഈ സ്ഥലം.
ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഈ ഒരു സ്ഥലം മാത്രമല്ല, ഇനി അങ്ങോട്ട് 2 സ്ഥലങ്ങൾ കൂടി നമുക്ക് കാണാനുണ്ട്. എല്ലായിടത്തും നമുക്ക് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതേപോലെ കുളിച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ. അടുത്ത് പോകുന്ന 2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലം കുറച്ച് ആൾക്കാരൊക്കെ വരുന്നതാണെങ്കിലും മറ്റൊരു സ്ഥലം വളരെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ചായക്കടയുണ്ട്. ഇവിടെ നല്ല ചൂട് പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പാലമുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂവും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ഡ്രസ് ചേഞ്ചിങ് റൂമും ടോയ്ലറ്റൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് ഇങ്ങനൊരു വഴി കാണാൻ പറ്റും. ഈ വഴിക്ക് പലരും അങ്ങനെ വരാറില്ല. ശരിക്കും ഈ വഴി അങ്ങ് പോയി കഴിയുമ്പം അവിടെ അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഒരു കലുങ്കുണ്ടല്ലോ, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. കാരണം ഈ കോൺക്രീറ്റിൻ്റെ മുകളിൽ കൂടെയൊക്കെ നിറയെ പായലാണ്. പായൽ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ചവിട്ടുമ്പോൾ അത് പൊളിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊളിഞ്ഞു പോയാൽ നമ്മൾ നേരെ താഴെ കിടക്കും കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ആഴമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം അതിലൂടെ നടക്കുമ്പോൾ. അങ്ങനെ നടന്ന് നമ്മൾ ഈ റോട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ നടന്ന പാലം. ഇതിൻ്റെ റൈറ്റ് സൈഡ് റബ്ബറും തോട്ടത്തിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ നൈസായിട്ടൊരു സ്പോട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ സ്ഥലം. നമുക്കത് ഈ കലുങ്കിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു പാലമില്ലേ, ആ പാലത്തിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഈ കാണുന്നൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഒരൊറ്റ മനുഷ്യൻ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ വെള്ളച്ചാട്ടത്തിൽ അത്രയും തിരക്കുണ്ടായിട്ട് ഇത്ര നല്ലൊരു സ്ഥലത്ത് ഇവിടെ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ. നമുക്കിതിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും. എത്ര ദൂരം വേണമെങ്കിലും നല്ല തെളിഞ്ഞ വെള്ളവും നല്ല തണുത്ത വെള്ളത്തിലൂടെ ഇങ്ങനെ ആഴമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞാൻ റോട്ടിലേക്ക് കയറി. റോട്ടിൽ കയറുമ്പം തന്നെ ഇവിടെ വേറൊരു തട്ടുകടയുണ്ട്. ഇവിടെയും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി കടികളൊക്കെ ഉണ്ടായിരുന്നു. കുമ്പിളപ്പം ഇരിക്കുന്നുണ്ടല്ലേ. ഈ കുമ്പിളപ്പം അങ്ങനെ അധികം ഞാൻ അങ്ങനെ തട്ടുകളിൽ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ നല്ലൊരു തണുത്ത ലൈം സോഡയും കുടിച്ച് ഈ ഒരു കുമ്പിളപ്പം കഴിച്ച് നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ അടുത്ത ഡെസ്റ്റിനേഷൻ. അടുത്ത് നമ്മൾ പോകുന്നത് ശൂലം വാട്ടർഫാൾസിലേക്കാണ്. ഇവിടുന്ന് ജസ്റ്റ് 4 കിലോമീറ്ററേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഇവിടുന്ന് നമുക്ക് എല്ലാം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സ്ഥലം കണ്ടിട്ട് അധികം താമസമില്ലാതെ തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഗൂഗിൾ മാപ്പിലുണ്ട്. ശൂലം വാട്ടർഫാൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യം നമ്മൾ ഡെസ്റ്റിനേഷനിൽ തന്നെ എത്തും. അരീക്കൽ വാട്ടർഫാൾ കഴിയുമ്പോൾ തന്നെ പിന്നെ നല്ല രസമുള്ള ഗ്രാമങ്ങളാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണം. നേരെ പോയി കയറുന്നത് ശൂലം വാട്ടർഫാളിൻ്റെ ടോപ്പിലേക്കാണ് കേട്ടോ. താഴേക്കല്ല, നേരെ ടോപ്പിൽ. നമ്മൾ അരീക്കൽ പോയപോലെ തന്നെ മുകൾ വശത്ത് തന്നെയാണ് നമ്മൾ പോയിട്ട് കയറുക. ഇതങ്ങനെ ഭയങ്കര എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അതുകൊണ്ട് ടിക്കറ്റൊന്നുമില്ല. നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് താഴേക്ക് നടക്കാം.
ദാ ഇവിടെ നിന്നാണ് വാട്ടർഫാളിൻ്റെ തുടക്കം. ഈ ഒരു വഴിക്ക് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ബൈക്ക് വെച്ച ആ റോഡില്ലേ, ആ റോഡ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പം അവിടെ നിന്നും താഴേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഞാൻ തിരിച്ചു കയറി വന്നത് ആ വഴിക്കാണ്, ഇറങ്ങിപ്പോയത് ഇതിലൂടെയാണ്. ഇതും നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. തിരക്കെന്ന് വെച്ചാൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെയൊന്നും. ദാ ഇതിൻ്റെ താഴെയാണ് നമുക്ക് എത്തേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് നേരെ നമുക്ക് ഈ കാട്ടിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. നല്ല രസമുള്ള റൂട്ടാണ് കേട്ടോ ഇത്. നല്ല കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു സൗണ്ടും കേട്ടിട്ട് നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. മഴയും കൂടി പെയ്തുകൊണ്ട് നല്ല സ്ലിപ്പറിയാണ് റോഡൊക്കെ. നോക്കി ഇറങ്ങണം, ശരിക്കും നമ്മൾ തെന്നി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നുള്ളതാണ് കേട്ടോ. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഈ കാണുന്ന പൈപ്പുകളാണ്. ഈ കാണുന്ന പൈപ്പുകൾ ഓരോ വീടുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണ്. അത് നമ്മൾ ചവിട്ടി പൊട്ടിക്കുകയോ അതിൻ്റെ കണക്ഷൻ വിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വെള്ളം കൂടി മുട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ പൈപ്പൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ശൂലം വാട്ടർഫാളിൻ്റെ താഴ്വശത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ആ സ്ഥലം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? പൊളി സ്ഥലമല്ലേ? അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും കൂടി നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനും കുളിച്ച് മറിയാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പാറയൊക്കെ നല്ല സ്ലിപ്പറിയാണ് കേട്ടോ. വളരെയധികം സൂക്ഷിക്കണം. അല്ലെങ്കിൽ സൂക്ഷിച്ച് നടക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. ഒരൊറ്റ പോക്കായിരുന്നു ഇതേപോലെ കേട്ടോ. ജസ്റ്റ് മിസ്സായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ താഴെ വെള്ളത്തിൽ കിടന്നേനെ. ചെറുതായിട്ട് കൈയൊന്ന് സ്ക്രാച്ച് ആവുകയും ചെയ്തു. ഇത്രയും നല്ല വെള്ളം കണ്ടിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും? അങ്ങനെ നമ്മൾ ഏറ്റവും താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും കുറച്ച് നേരം ഇരുന്നതിന് ശേഷം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് ആ വഴി. അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പാണ് കേട്ടോ ഈ ഒരു വഴി എന്ന് പറയുന്നത്. നന്നായിട്ട് കുത്തനെ നടക്കാനുണ്ട് മുകളിലേക്ക്. വീണ്ടും പൈപ്പുകളാണ്. അതേ പിടിച്ച് തൂങ്ങി ഒന്നും കളിച്ചേക്കരുത്. അനക്കാതെ തൊടാതെ വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുകളിൽ റോഡ് കയറിയിട്ട് റൈറ്റിലേക്ക് കുറച്ച് വന്നു കഴിയുമ്പോണ്ടല്ലോ ഇങ്ങനെ അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു പാറമടയുണ്ട്. ഈ ഒരു പാറമട കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുമാതിരി ജുറാസിക് വേൾഡിലേക്ക് എത്തിയ പോലത്തെ ഒരു സ്ട്രക്ചറിലൊക്കെ ഉള്ളൊരു കിടിലൊരു പാറമടയായിരുന്നു അത്. വീണ്ടും വെള്ളത്തിലേക്കൊന്ന് മുക്കി നോക്കി. പക്ഷെ ഇത്തവണ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഈ മീനുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. കുറേ പിള്ളേരവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരുത്തൻ കിടിലായിരുന്നു. അവനിങ്ങനെ പടപടമെന്ന് പറഞ്ഞിട്ട് മീനുകളെ പിടിച്ച് ഇടുമായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണത്. ഇതും അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? പൊളി സ്ഥലമല്ലേ?
അങ്ങനെ ആ ഒരു പാറമടയെ കണ്ട് നമ്മൾ ബൈക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ബൈക്കിൻ്റെ അടുത്ത് എത്താനായപ്പോഴാണ് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പാറ കണ്ടത്. എന്നാൽ പിന്നെ ആ പാറയിലും കൂടി കയറി അപ്പുറത്തുള്ള കോറിയുടെ വൈഡായിട്ടുള്ളൊരു ആംഗിൾ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി. ഈ ഒരു വ്യൂവും അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, ഭയങ്കര വലുപ്പമുണ്ട് കാണുമ്പോൾ. ഈ ക്യാമറയിൽ അത്രത്തോളം തോന്നുന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലുതാണ് കേട്ടോ ഈ ഒരു പാറമട. അങ്ങനെ അവിടുന്ന് നമ്മൾ ബൈക്ക് എടുത്തു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു തട്ടുകട കണ്ടു. അങ്ങനെ അവിടുന്ന് വീണ്ടും ഒരു ലൈം സോഡ കുടിക്കാമെന്ന് വിചാരിച്ച് ഈ കാണുന്ന ചെറിയൊരു തട്ടുകടയിൽ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് നല്ല തണുപ്പില്ലാത്ത ഒരു ലൈം സോഡയും കുടിച്ച് നമ്മൾ കൊച്ചേരിക്കൽ ചിറ അല്ലെങ്കിൽ കൊച്ചേരിക്കൽ ഗുഹ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 4 കിലോമീറ്റർ ചുറ്റളവ് തന്നെയാണ് ആ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള റബ്ബർ തോട്ടങ്ങളിലൊക്കെ ഉള്ളിലൂടെ നമ്മൾ പോയിട്ട് നേരെ എത്തുന്നത് കൊച്ചേരിക്കൽ ചിറയുടെ അടുത്തേക്കാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കൊച്ചേരിക്കൽ ചിറയിലേക്ക് എത്തി. ഇവിടെ നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു 100 മീറ്റർ വരത്തേക്ക് നടക്കാനുണ്ട്. ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പണ്ടിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ സ്ഥലം എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരിക്കലും ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതായിരുന്നു കൊച്ചേരിക്കൽ ചിറ എന്നുള്ള കാര്യം ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഈ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് അടിപൊളിയാണ് കേട്ടോ. എന്തോ ഒരു സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴെ കാണുന്നതാണ് കേട്ടോ കൊച്ചേരിക്കൽ ചിറ എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കൊച്ചേരിക്കൽ ഗുഹ. കൊച്ചേരിക്കൽ ഗുഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു ഫേമസ് മരമാണിത്. താഴെ ഈ കുളം എത്തിയപ്പോഴുണ്ടല്ലോ കിടിലമായിരുന്നു കേട്ടോ. കിടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റും ആ ഒരു കാടിൻ്റെ ശബ്ദവും നടുക്ക് ഇതേപോലെ അടിച്ചു പൊളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും. വളരെ രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ നീന്തുന്ന എല്ലാ ആൾക്കാരും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അവരെ എല്ലാവരും പരിചയപ്പെട്ടു കേട്ടോ. കൂടുതൽ പേരും തമിഴന്മാരാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഓഫീസിൽ നിന്ന് ഒരു ടീമായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോകാം കേട്ടോ. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമുക്കിവിടെ നീന്തി കളിക്കാം. ഇത്രയും മരങ്ങളുടെ ഇടയ്ക്ക് തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ വെയിലുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഈ കാണുന്ന പിള്ളേർ മലയാളീസാണ്. അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചു. ഇവിടെ പിന്നെ ഫ്രീ ആയിട്ട് ഫിഷ് പെഡിക്യൂർ സർവീസ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വെറുതെ പോയിട്ട് കാല് വെച്ചിരുന്നാൽ മതി. ഈ ഇഷ്ടം പോലെ മീനുകൾ വന്നിട്ട് കാലൊക്കെ നല്ല വൃത്തിയാക്കി തരും. അതിൻ്റെ ഇടയ്ക്ക് വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ.
ഒരു ഗുഹയുടെ താഴെ ശരിക്കും കുടിവെള്ളമുണ്ട് കേട്ടോ. ഇവിടെ കുടിവെള്ളം ചീത്തയാക്കരുന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു കേട്ടോ. ഇത്രയും ജനങ്ങൾ ചവിട്ടി പോയിട്ട് വരെ ഈ വെള്ളം കലങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇതേ കണ്ടില്ലേ. അങ്ങനെ അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് കയറുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ അരൂരേക്ക് പോവാണ്. ഈ ഒരു ഏരിയയിൽ കുറേ കോറി ഉണ്ടെന്ന് തോന്നുട്ടോ. ഒരുപാട് ടിപ്പറുകൾ കിടപ്പുണ്ടായിരുന്നു റോഡ് സൈഡിൽ. ഇവിടെ ഒരു ഇറക്കമുണ്ട് സാറേ. കഴിഞ്ഞ തവണ നമ്മൾ രാമക്കൽമേട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു ഇറക്കം ഉണ്ടായിരുന്നു. ഒരു മല ഇറങ്ങുവാണ് താഴേക്ക്. ഒരൊറ്റ ഇറക്കമാണ് കേട്ടോ. കിടിലായിരുന്നു കേട്ടോ. എന്നാ പോക്കാന്നറിയോ വണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ ഒന്നും നോക്കാനല്ല, സ്ട്രെയിറ്റ് അരൂരാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ലൊക്കേഷനൊക്കെ? ഞാൻ ഇവിടേക്ക് താമസം മാറിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാലം ആലുവയിലായിരുന്നു. ആലുവയിൽ നിന്നാണെന്നുള്ള സ്ഥിരം റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി സ്ഥിരം നമ്മൾ കുറച്ച് കാലത്തേക്ക് അരൂരിൽ നിന്നായിരിക്കും റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആകെ 122 കിലോമീറ്ററേ നമ്മളിന്ന് അപ്പ് ആൻഡ് ഡൗൺ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഉച്ച ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ട്രിപ്പുമായിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനുശങ്കർ സൈനിങ് ഓഫ്.